ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് പ്രിപ്പറേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഓൾ പർപ്പസ് ഫ്ലോർ ഓർ മൈദയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതൊരു സ്ട്രെയിനറിലോട്ട് ഇടുക. നമ്മൾ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ അതിൽ തരികളൊക്കെ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം സ്ട്രെയിനർ യൂസ് ചെയ്ത് സ്ട്രെയിൻ ചെയ്യണം. അതെന്തായാലും ചെയ്തിരിക്കണം. പിന്നെ അതിലോട്ട് സോൾട്ട് ആഡ് ചെയ്തെടുക്കുക. പിന്നെ ബേക്കിംഗ് പൗഡർ, ദെൻ ബേക്കിംഗ് സോഡ. ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പൗഡേർഡ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. എന്നിട്ട് ഈ ഡ്രൈ ആയിട്ടുള്ള മിക്സ് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതിലോട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്വാണ്ടിറ്റിയൊക്കെ. അടുത്തതായിട്ട് അതിലോട്ട് ഒരു എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പാലാണ്, 3/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അത്രയും പാലും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് അടുത്തായിട്ട് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കോഫി എല്ലാം നമ്മൾ സെപ്പറേറ്റ് ഒരു കപ്പ് എല്ലാം എടുത്തിട്ട് കോഫി പൗഡർ അതിലോട്ട് ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്യാനുള്ളത്. അപ്പം അതിലോട്ട് തന്നെ ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ അതിൽ തന്നെ ഡയറക്റ്റായിട്ട് ആ കേക്കിൻ്റെ മിക്സിലോട്ട് തന്നെ ഒഴിക്കാതെ ഇങ്ങനെ ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ ഇങ്ങനെ ആ ചൂടുവെള്ളം അതിൽ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അത് പിന്നെ നമുക്ക് കേക്കിൻ്റെ മിക്സിലോട്ട് ഒഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്ക് മിക്സിനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ കോഫി എടുക്കുമ്പോഴത്തേക്കും കുറച്ചായിട്ട് ഒഴിച്ചൊഴിച്ച് മിക്സ് ചെയ്യണം. എല്ലാം കൂടെ ഒരുമിച്ച് ആക്കി അങ്ങ് മിക്സ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ വന്നിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല സ്മൂത്തായിട്ടാണ് ഇപ്പോൾ മിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കതൊരു കേക്ക് ട്രേയിലോട്ട് മാറ്റാം. ബട്ടർ പേപ്പറൊക്കെ അകത്ത് ആക്കണം. എന്നിട്ട് കേക്ക് ട്രേയിലോട്ട് നമ്മളത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കേക്ക് മിക്സ് ഫുള്ള് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റീമറിലാണ് നിൽക്കുന്നത്. അതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബബിൾസ് ഫോം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നിട്ട് സ്റ്റീമറിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ബേക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 40 to 45 മിനിറ്റ്സ് ആണ്. അത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ. അടുത്തായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്ന് നോക്കാം. ആദ്യം അതിലോട്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് നമ്മൾ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ക്വാണ്ടിറ്റി എത്രയെന്നുള്ളത് ഞാൻ ഇവിടെ താഴെ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അത് നമുക്ക് സ്റ്റൗവിലോട്ട് വെക്കാം. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു കൺസിസ്റ്റൻസി സ്ലൈറ്റായിട്ട് തിക്കാവുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിലോട്ട് വാനില എസൻസ്. സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഈ ബട്ടറും വാനില എസൻസും ചെയ്യാനുള്ളത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെ കേക്ക് 40 മിനിറ്റ്സാണ് നമ്മളിപ്പോൾ ബേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് ബേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ആ കേക്കിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം ഒന്ന് എല്ലാ സൈഡിലോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം കൂടുതലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ തോനെ നമുക്ക് ഒഴിച്ച് ഫുൾ കവർ ചെയ്യാം. അല്ലാതെ ഇപ്പം ഈ ഒരു മോഡലുണ്ടല്ലോ, ഇപ്പോൾ ഇങ്ങനെ വരുന്ന കുറച്ചായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നവർക്കാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടം കണക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഈ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താലും മതി. പക്ഷെ നമ്മൾ ഇങ്ങനെ ഫുൾ കവർ ചെയ്താണ് ആഡ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ടോപ്പ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് M&M ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അത് റെഡും ബ്രൗണും കളർ M&M മാത്രം വെച്ചാണ് യൂസ് ചെയ്തത്. മറ്റൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മുടെ ഡെക്കറേഷനൊക്കെ എല്ലാം കഴിഞ്ഞ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കേക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേക്ക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത കേക്കാണ്. അപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങുന്ന റിസ്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഷെയർ ചെയ്തെടുക്കണം. താങ്ക് യു. ഹോപ്പ് യു ഓൾ എൻജോയ് ദ വീഡിയോ.